അപ്പോൾ നമ്മുടെ കിവി ജ്യൂസും ഷേക്കും റെഡി ആയിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം MJ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കിവിയെ കുറിച്ചാണ്. കിവിയുടെ ജ്യൂസ്, ഷെയ്ക്ക്, ഈ രണ്ട് ഐറ്റംസുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കിവിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ കിവി നമ്മുടെ കേരളത്തിൽ പ്രചാരം ലഭിച്ചത് നിപ്പ വൈറസ് പടർന്നു പിടിച്ച സമയത്താണ്. കിവി കാണപ്പെടുന്നത് ഗ്രീൻ കിവി, അതുപോലെ തന്നെ ഗോൾഡൻ കിവി. ഞാൻ എടുത്തിട്ടുള്ളത് പച്ച കിവിയാണ്, ഗ്രീൻ കിവിയാണ്. ഇതിനകത്ത് ഗ്രീൻ കളറും അതിൽ ചെറിയ ബ്ലാക്ക് തരികളുമാണുള്ളത്. നമ്മുടെ മാർക്കറ്റുകളിൽ പലതരത്തിലെ പല ബ്രാൻഡുകളുടെ കിവികളുണ്ട്. അതിൽ ജിസ്പീരിയ എന്ന ലേബലിൽ ലഭിക്കുന്ന കിവിയാണ് ഏറ്റവും നല്ല കിവി. ഇനി ഈ കിവിയിൽ 42 കലോറിയ ഊർജം ഒരു കിവിയിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ കലോറിയവും, ഒരു ദിവസം ആവശ്യമായ മുഴുവൻ കലോറിയവും ഒരൊറ്റ കിവി നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ കിവിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉറക്കമില്ലായ്മ, ഹൃദ്രോഗം, BP എന്നിവ ഇല്ലാതാക്കാൻ ഉപകാരപ്രദമാണ്. കിവിയിൽ എൻസൈമുകൾ ധാരാളം ഉള്ളതിനാൽ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയെ വേഗത്തിലാക്കുന്നു. ഗർഭിണികൾക്ക് ഒരു ദിവസം ഒരു കിവി കഴിക്കുന്നതിലൂടെ ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും ആവശ്യമായ വിറ്റാമിൻ C ഒരു കിവിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. അതുപോലെ തന്നെ കിവിയിൽ ഫോളറ്റ് ധാരാളം അടങ്ങിയതിനാൽ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് കിവി വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിവിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ പ്രാക്ടിക്കൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അടിക്കാൻ പോകുന്നത് ഷെയ്ക്കാണ്, പിന്നീട് ജ്യൂസും. അപ്പോൾ നമുക്ക് ജ്യൂസിനും ഷെയ്ക്കിനും ആവശ്യമായിട്ടുള്ള കിവി ആദ്യമേ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടിനും ഓരോ കിവിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കിവി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ നടുക്ക് കട്ട് ചെയ്തെടുക്കുക. കിവി നടുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇത് കുറച്ച് കൊഴുപ്പ് കൂടിയതാണ് കേട്ടോ, അപ്പോൾ കുറച്ച് നീരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചുരണ്ടി പുറത്തെടുക്കുകയാണ്. അപ്പോൾ കിവി നമ്മൾ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അടിക്കുന്നത് ഷെയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ ആവശ്യമായിട്ടുള്ളത് കട്ടപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഉടച്ച് നല്ല രൂപത്തിലാക്കിയിട്ട് പാത്രത്തിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷുഗർ പൗഡർ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മിക്സ് ആവാനാണ് പൗഡർ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പൗഡർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ അരക്കാൻ ഉപയോഗിക്കുന്ന ജാറിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഷുഗർ പൗഡർ റെഡിയാണ്. അപ്പോൾ മൂന്നാമതായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളെ കിവിയാണ് മൂന്നാമതായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ജാറിലേക്ക് ഒരു 3 ടീസ്പൂണ് ഷുഗർ പൗഡർ ഇടാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കിവി ഇടാം. ഒരു കിവി ഫുള്ളായിട്ട് ഇടാം. ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള കട്ടപ്പാലിടാം. അപ്പോൾ നമ്മൾ കട്ടപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂണ് കട്ടപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടിക്കാം. ഇപ്പോൾ നമ്മളെ കിവി ഷേക്ക് അടിച്ചായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂസ്റ്റിൻ്റെ പൊടി കുറച്ച് ഇതിൻ്റെ അരിക്കിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഒരു ഡിസൈനിനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഷേക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കണ്ടോ, നല്ല കട്ടിയിലാണുള്ളത്. നമ്മൾ ഷേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റൈലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു കിവിയുടെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ കിവി ഷേക്ക് റെഡിയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കിവി ജ്യൂസ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കിവി എടുത്തിട്ടുണ്ട്, ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഐസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 4 സാധനങ്ങളാണ് നമ്മൾ കിവി ജ്യൂസിന് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കിവി ജ്യൂസ് അടിക്കാം. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് 3 സ്പൂണ് ഷുഗർ ഇടുകയാണ്. അപ്പോൾ നമ്മൾ 3 സ്പൂണ് ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കിവി ഇടുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഐസ് ഇടുകയാണ്, ആവശ്യത്തിന് ഐസ് ഇടുകയാണ്.
അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഐസ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. അര ഗ്ലാസ് വെള്ളം കേട്ടോ. നമുക്ക് കിവി അടിക്കാം. നമ്മളെ കിവി ജ്യൂസ് അടിച്ചായിട്ടുണ്ട്. കിവി ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കിവി ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാം. ചെറിയൊരു പീസ് ഇതിൻ്റെ മുകളിൽ കിവിയുടെ പീസ് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കിവി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ കിവി ജ്യൂസും ഷേക്കും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ചെയ്യുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മല്ലു ജ്യൂസർ MJ. ഗുഡ് ബൈ.